ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കറുപ്പുസ്വാമി, അതായത് ശബരിമലയുടെ കാവൽക്കാരൻ അഥവാ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണം എന്നും അറിയപ്പെടുന്ന കറുപ്പുസ്വാമിയുടെ സന്ദേശം നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും റിക്വസ്റ്റഡ് വീഡിയോ ആണ്, കമൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ ഈ ഒരു ചിത്രം, ഇതിൽ ചിത്രത്തിൽ നോക്കി സെലക്ട് ചെയ്യുക. ഈ ഒരു ചിത്രമാണ് നിങ്ങളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. ഇനി സെക്കൻഡ് 1, ഈ ഒരു ചിത്രം ഇതാണ് നിങ്ങളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ചിത്രമാണ് നിങ്ങളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഇതിലെല്ലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാത്തിനും ഒരു ദിശയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരേ ഒരു മീനിങ് ഇതിനെല്ലാത്തിനും ചേർന്ന് വരുന്നു എന്നുള്ളത്. എന്തായാലും റീഡിങ്സിലേക്ക് കടക്കുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം കേട്ടോ. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർഡാണ് എങ്കിൽ നിങ്ങൾക്കായിട്ട് ശബരിമലയുടെ കാവൽക്കാരൻ കറുപ്പുസ്വാമിയുടെ, ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളിൽ എന്നറിയപ്പെടുന്ന ഒരാളായിട്ടുള്ള കറുപ്പുസ്വാമിയുടെ സന്ദേശമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആദ്യം തന്നെ പേജ് ഓഫ് ഫെദേഴ്സ്. നമ്മൾ റിവേഴ്സൽസ് എടുക്കാറില്ല, അതുകൊണ്ട് ഇത് കാർഡ് മൊത്തത്തിൽ റിവേഴ്സ് ആയതിരിക്കുന്നതാണ്. സോ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ട്രാവലർ എനർജി. സോ എംപ്രസ്, വീൽ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പേജ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി. നിങ്ങളുടെ എനർജി ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, പേജ് ഓഫ് ഫെദേഴ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റാക്കൂൺ എനർജിയാണ്. നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ട് ചിന്തിക്കുന്ന പലതുമല്ല നമ്മളുടെ ജീവിതത്തിൽ, അതായത് നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വളരെ എല്ലാവരോടും നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്ന, വളരെ പ്ലേഫുൾ, ക്യൂറിയസ് ആയിട്ടുള്ളൊരു വ്യക്തിത്വം ഉള്ളൊരു വ്യക്തി. ആ ഒരു വ്യക്തി ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉള്ളിലേക്ക് ഒത്തിരി ഇനിയും കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബാഹ്യമായിട്ട് കാണുന്നതൊന്നും അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ഒരു വ്യക്തി വളരെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ വളരെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ആ വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് നമുക്കൊരിക്കലും മനസ്സിലാക്കാനായിട്ട് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക. ബി ക്യൂരിയസ്. എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മൾ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനേതിനും സംശയിച്ച് അതിൻ്റെ അതായത് ഏറ്റവും അറ്റത്ത്, ഒന്നല്ലെങ്കിൽ ഈ അറ്റത്ത് അല്ലെങ്കിൽ ആ അറ്റത്ത് നമ്മൾ പറയും, എക്സ്ട്രീം എൻഡ്സിൽ പോവാതിരിക്കുക. പക്ഷേ എല്ലാത്തിനെയും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്, ഒന്നിലേക്കും ജഡ്ജ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക. ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യം എന്താണെന്നൊന്ന് ആഴത്തിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ അത് എക്സാമിൻ ചെയ്ത് നോക്കുക. അതൊരു വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും എന്തായാലും. ഇതിൻ്റെ മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്നത് ക്വസ്റ്റ് ഫോർ നോളേജ്, അതായത് ജ്ഞാനം നേടാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ശ്രമം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ചോദ്യം ചെയ്യണം എന്തുകൊണ്ട്. കാരണം നമ്മളൊരു കാര്യം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ റീപ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കുകയാണ്. പുതിയൊരു ലെവലിലേക്ക് പ്രോഗ്രാം ചെയ്തെടുക്കുന്നു. പുതിയ ചിന്തകൾ, പുതിയ സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നമ്മൾ ഇന്നർ എൻജിനീയറിംഗ് എന്നൊക്കെ പറയും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റി തിരിച്ച് എഴുതുന്ന ഒരു സാഹചര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവിതം ഓടി നടന്ന്, അതായത് ധൃതി പിടിച്ചിട്ട് ജീവിതത്തിൽ നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ പറയും ആദ്യം
പണത്തിന് പുറകെ ഓടും, ആരോഗ്യം ശ്രദ്ധിക്കാതെ. അവസാനം പണം ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ആ പണം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കും എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം പണം ഉണ്ടാക്കിയാൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ലൈഫ് അത്രയും സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവില്ല. റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം എല്ലാവരിലും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഡോണ്ട് ലൂസ് ഇൻ ടച്ച് വിത്ത് യുവർ ഇന്നർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ എന്നുള്ളതുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിക്കാതിരിക്കുക. നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിത്വം, നിങ്ങൾ ആരാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളതാണ്. എത്ര ധൃതി പിടിച്ച് ജോലി സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പറയുന്ന നെട്ടോട്ടം ഓടുന്നു. ജീവിതത്തിൽ നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് സമയമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളൊരു സമയം നിങ്ങൾക്കായിട്ട്, ഇത് കേൾക്കുന്നവരെ ഈ ഒരു സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സമയമാണ് ലൈഫ് ബാലൻസ് ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. ലിൻസിൻ്റെ എനർജിയാണ്. ലിൻസ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിലും ആത്മീയമായിട്ടുള്ള ലോകത്തിൻ്റെയും ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ പലരും ഭൗതികതയിലേക്ക് കൂടുതലായിട്ട് ആഴത്തിൽ അടക്കുന്നു. കാരണം നമ്മളെപ്പോഴും ഭൗതികമായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാലഘട്ടം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ യാത്രകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുന്നതായിരിക്കും, വസ്ത്രമായിരിക്കും, മറ്റ് എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും, ഇലക്ട്രോണിക്സ് ആയിരിക്കും. ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലെപ്പോഴും ഒരു നിരാശ വരും, അയ്യോ അതെനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടുന്ന ലെവലിൽ നിന്നുകൊണ്ടിട്ട് ചെയ്യുമ്പോൾ തന്നെ ആത്മീയതയിലും കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒരു പരിധി വെക്കാൻ പഠിക്കും. നിങ്ങളെന്താണോ അതിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നമ്മൾ പഠിക്കും എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ട്രാവലർ എനർജിയാണ് ഫെയ്ത്ത്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. അത് ഏത് സാഹചര്യത്തിൽ ഏത് വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആദ്യം നമ്മുടെ ഉള്ളിൽ വേണ്ടുന്നത് എന്താണ്, എന്ത് ധൈര്യത്തിലാണോ ഈ ഒരു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഗസേൽ, ഈ ഒരു മാൻ എങ്ങനെയാണ് അത് മുന്നോട്ടേക്ക് ഓടിപ്പോകുന്നത്. ഗസേലിൻ്റെ എനർജി പോലെയാണ്. എന്ത് സ്പീഡിലാണ് അത് പുതിയ പാതകൾ താണ്ടുന്നത്, അതിൻ്റെ കാലുകളുടെ ബലത്തിലാണ് അത് മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലാതെ മറ്റൊന്നിലുമല്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെയാണ് നിങ്ങളിവിടെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ ബലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനാണ്. അത് എങ്ങനെയാണോ, ഏത് വഴിക്കാണോ, എങ്ങോട്ടേക്കാണോ പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ മുന്നോട്ടേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാകണം. നിങ്ങളുടെ കഴിവുകൾ, അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ അവബോധ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ വഴി എന്നുള്ളത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് പോകാനുള്ളൊരു ധൈര്യം, വിത്ത് ഫെയ്ത്ത്, ധൈര്യമായിട്ട് ആ ഒരു വിശ്വാസത്തിൽ ജീവിതത്തിൽ, ആ ഒരു ആത്മവിശ്വാസത്തിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക. ഫ്ലോ വിത്ത് ലൈഫ് എന്നുള്ളതാണ്. ലൈഫ് എന്താണോ മുന്നിൽ തരുന്നത് അതിലൂടെ പോവുക. അതിന് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് എടുക്കുക, അല്ല ജീവിതത്തിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. പലർക്കും സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇന്നത് നല്ലതാണെന്ന് പറയും, പക്ഷെ നിങ്ങൾക്കതിൽ കഴിവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്ന് ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. എംപ്രസ് എനർജിയാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. നിങ്ങളിൽ ചില ആളുകൾക്കുള്ള മെസ്സേജാണ്, ഇത് എല്ലാവർക്കുമല്ല. ഇത് സൂചിപ്പിക്കുന്ന പ്രഗ്നൻസി റിലേറ്റഡ് ഒരു സിറ്റുവേഷനാണ്. പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പൂർവ്വജന്മ കർമ്മങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അത് ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓർമ്മയിലേക്ക് പുറകോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോ പ്രായമായിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ട്, വലിയ രീതിയിൽ ഓർമ്മയില്ലാത്തവരാണെങ്കിൽ പോലും അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴിപാടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് വഴിപാടാണ് കഴിക്കാറ്, അതെവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബദേവത, പരദേവത, ഇതൊക്കെ എവിടെയാണ് എന്താണെന്നതിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഒരു നല്ല കാര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം
നമ്മളിപ്പോൾ കറുപ്പസ്വാമി പറയുന്നു. കറുപ്പസ്വാമി എന്ന് നമ്മൾ ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ കറുപ്പസ്വാമി എന്ന് പറയുന്ന ഒരു ദൈവം അവരുടേതായിട്ടുള്ള ആ ഒരു കാവൽ ദൈവമായിട്ട് അവർ കരുതുന്ന ദൈവം അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൻ്റെയൊക്കെ കാവൽക്കാരൻ എന്നുള്ള രീതിയിൽ പറയുന്ന പലതരത്തിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ, അവർ ദൈവമായിട്ടാണ് കാണുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ കാവൽക്കാരൻ എന്നുള്ള രീതിയിൽ പറയുന്നതുകൊണ്ട് പലയിടങ്ങളിൽ പല പല പേരുകളിലാണ് ഇത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തമിഴ്നാട്ടിലുള്ളവരാണെങ്കിൽ അവിടെ കറുപ്പുസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന ഇടത്ത് പോയിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതോ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ത്രീകൾ പോകുന്നത് ആയതുകൊണ്ടാണ് പറഞ്ഞത്, ശബരിമലയിൽ സ്ത്രീകൾ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ പോകുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നിടം വരെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലം നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് എടുത്തു പറയുന്നു. നിങ്ങൾക്ക് കർമ്മം, അതായത് കർമ്മമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ കാർമിക് ഡെപ്റ്റ് കാണുന്നുണ്ട്, അത് നോക്കുക. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ പല ചിന്തകളിലും നമ്മളെ തന്നെ പുറകോട്ടേക്ക് നയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ പുറകോട്ടേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണ്, ഒരു എനർജി, ഒരു ഊർജം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ സെറ്റ് ബാക്സ്, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളിൽ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ പ്രകാരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളും മറ്റുമൊക്കെ ഇപ്പോഴും അതിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഒക്ടോബസ് എനർജിയാണ്. ഒക്ടോബസ് എനർജി സൂചിപ്പിക്കുന്നത് മാസ്റ്ററിങ് ദ അഡാപ്റ്റബിലിറ്റി. അതായത് നമ്മൾ ഒക്ടോബസ് അറിയാം, നീരാളി, അത് ഏതൊരു ചെറിയൊരു കുപ്പിയിലിട്ട് അടച്ച് വയ്ക്കാൻ പോലും അതിനെ പറ്റും. അതായത് അത് ഫ്ലെക്സിബിൾ ആണ്. അതായത് അതിൻ്റെ ദേഹം ചെറിയൊരു ഓട്ടയിലൂടെ അതിന് പുറത്ത് കിടക്കാൻ പറ്റുന്നത്. അതായത് അത്രയും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതാണ് ജീവിതത്തിൽ ഫ്ലെക്സിബിളായിട്ട് മാറിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾ ഒക്ടോപ്പസ് എനർജിയിലേക്കാണ് നിങ്ങളെ ആവാഹിക്കേണ്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗോ വിത്ത് ദ ഫ്ലോ. എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ലൈഫിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ റെസ്ട്രിക്ഷൻസോ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുക. ഇനി മുന്നോട്ടേക്ക് അങ്ങനെ ആവണമെന്നില്ല. കീ ടു സക്സസ് ഈസ് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി എന്നാണ് പറയുന്നത്. എത്രത്തോളം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമ്മൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. സോ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ നമ്മുടെ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതം, നിങ്ങളുടെ ജീവിതത്തെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൻ്റെ പലരെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന നൈറ്റ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി, ഈ ഒരു എനർജി നൈറ്റ് ഓഫ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ക്യാമൽ എനർജിയാണ്. ക്യാമൽ എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് അബണ്ടൻസ്, എൻഡ്യൂറൻസ്, ഡിറ്റർമിനേഷനാണ്. മാസ്റ്റർ ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. കാരണം കൂടുതലായിട്ടും ക്യാമൽ അല്ലെങ്കിൽ ഒട്ടകം എന്ന് പറയുന്നത് എന്താണ്, മരുഭൂമിയിലെ കപ്പൽ എന്ന് നമ്മൾ പറയുന്ന, അതായത് അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ, ജീവിക്കുന്ന സാഹചര്യത്തിൽ വളരെ ദുർഘടമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അതിൻ്റെ ഡിറ്റർമിനേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് അത് മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകുന്നത്. അതായത് ഇത് ഏതൊരു സിറ്റുവേഷനിലെയും മറികടന്നിട്ട് അത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഗോൾസ് സെറ്റ് ചെയ്യുക, ഇൻസ്പയർഡ് ആയിട്ട്, മോട്ടിവേറ്റഡ് ആയിട്ട്, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ലാക്ക് ഓഫ് മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഒക്കെ കുറവുള്ള ആളുകളാണ് എങ്കിൽ അത് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക. റീഅവേക്കൺ ചെയ്യുക നിങ്ങളെ തന്നെ എന്നുള്ളത് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുണ്ടായിരുന്നത് ടവർ എനർജിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ടവർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടവർ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ടവർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ഷെയ്ഡല്ല, ഇത് കെമിലിയോൺ എനർജി എന്ന് പറയുന്നത് ഷാമനാണ്. ഇതും അഗെയിൻ അഡാപ്റ്റേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്നുള്ളത് പെട്ടെന്നുള്ളൊരു മാറ്റമാണ് ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ, നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടിരുന്നാലും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മാറ്റമാണ് ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻ, ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. ആ ഒരു ദൈവിക ശക്തി, ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഗ്രാൻഡിങ് യുവർ വിഷസ്, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ഏത് സ്വപ്നമാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഏത് ആഗ്രഹം എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, അതായിരിക്കണം എന്നില്ല. കാരണം ഒന്നല്ലെങ്കിൽ അതായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല. നിങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച വലിയൊരു കാര്യമായിരിക്കും സാധിക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണോ അതായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഇനി അഥവാ അതാണെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലായിരിക്കും എന്നുള്ളതും ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള സന്ദേശം പൈൽ നമ്പർ 2, ശബരിമലയുടെ കാവൽക്കാരൻ കറുപ്പുസ്വാമി അഥവാ അയ്യപ്പസ്വാമിയുടെ, ഭൂതഗണങ്ങളിൽ ഒരാളെന്നറിയപ്പെടുന്ന കറുപ്പുസ്വാമിയുടെ നിങ്ങൾക്കുള്ള സന്ദേശമാണ് നമ്മൾ പറയുന്നത് പൈൽ നമ്പർ 2. ഓക്കെ, പൈൽ നമ്പർ Magician, beautiful energy, 3 of shells, നല്ല 8 of acorns, again 8 of crystals, 5 of acorns, 7 of crystals. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മജീഷ്യൻ എനർജിയാണ് ഇവിടെ പറയട്ടെ. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, മരണപ്പെട്ടു പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ മറന്നിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൂർവികരെ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവിക കർമ്മങ്ങൾ എന്തൊക്കെയോ ബാക്കി നിൽക്കുന്നതാവും, അല്ലെങ്കിൽ നിങ്ങൾ പൂർവികർക്ക് വേണ്ടി കൊടുക്കേണ്ടതോ ചെയ്യേണ്ടതോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് സംവദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും, പല സിറ്റുവേഷനിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന അടുത്തിടയ്ക്ക് എന്തെങ്കിലും ജീവജാലങ്ങൾ, അത് പക്ഷികളായിട്ടില്ലേ മൃഗങ്ങളായിട്ടില്ലേ, അത് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലൊരു എന്തെങ്കിലും ജീവികൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെ പുറകെ വരുന്നു. സാധാരണ രീതിയിൽ പോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങളെ പിന്തുടരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, ചിലപ്പോൾ പ്രത്യേകിച്ചൊരു കാക്കയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും കാണിച്ചു തരാൻ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ കാണുന്നത്, അതിലൂടെ അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അർത്ഥം കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള വഴിയിലെ പല തടസ്സങ്ങളും നീങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മാജിക്കാണ്, നമ്മൾ റേവൻ ബേർഡ് സൂചിപ്പിക്കുന്നത് തന്നെ മാജിക്കാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കഴിവുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളിലേക്ക് തരുമ്പോൾ നമ്മുടെ പൂർവികരുടെ പല കഴിവുകളും നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മളുടെ കഴിവുകൾ അറിയുന്നത് നമ്മളുടെ പൂർവികർക്കാണ്. അപ്പോൾ നിങ്ങളുടെ പൂർവികർ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആ കഴിവുകൾ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഭയം കൊണ്ടിട്ട് പുറകോട്ടേക്ക് മാറി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു എനർജി, മജീഷ്യൻ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇൻഫിനിറ്റ് ചോയ്സസ്, ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത്
ഇത് എൻ്റെ കൈകളിലല്ല, അല്ലെങ്കിൽ എനിക്ക് ചോയ്സ് ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ്. നിങ്ങൾക്ക് ചോയ്സ് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ചോയ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഭയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ആ ഒരു ഡിവൈൻ ഫോഴ്സിനെ നിങ്ങൾ അലൗ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരികയാണ് ചെയ്യുന്നത്. യു ക്യാൻ മേക്ക് തിങ്സ് ഹാപ്പൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എഞ്ചിനീയർ നിങ്ങളാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആക്കി മാറ്റാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഉത്സവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ആഘോഷമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. 3 ഓഫ് ക്രിസ്റ്റൽസ് എനർജി എന്ന് പറയുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സാഹചര്യം കൂടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ഗുഡ് ഫോർച്യൂൺ കാണിക്കുന്നുണ്ടായത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ധനലാഭം എന്നുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടുള്ളൊരു അവസരമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ലൈഫിൽ നല്ല രീതിയിൽ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ആ പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ പുതിയ പുതിയ പ്ലാൻസ് ലൈഫിൽ ഉണ്ടാക്കുക, പുതിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോവാം, ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ സെലിബ്രേഷൻസ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഇമോഷണൽ ഇംബാലൻസ് ആണ് ലൈഫിലുള്ളത് എങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഇംബാലൻസ് മാറുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാകുന്നുണ്ട്, മാനസികമായിട്ടുള്ള സംതൃപ്തി. കാരണം ഈ ഒരു സംതൃപ്തി കുറവ് ഒരു പക്ഷേ നിങ്ങളുടെ വർക്കിൽ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ലൈഫിലേക്ക് നിങ്ങളെ ആ ഒരു പ്രശ്നങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കുന്നത്, ചില ആളുകൾ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവാട്ടോ ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയാണ്, നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാനസിക തൃപ്തി നിങ്ങൾക്കില്ല. സാമ്പത്തികമായിട്ട് നല്ലൊരു ജോലിയാണ്, പക്ഷെ മാനസികമായിട്ടുള്ള തൃപ്തി ഇല്ല എങ്കിൽ അത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. 8 ഓഫ് ഏക്കോൺസ് എനർജി. 8 ഓഫ് ഏക്കോൺസ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രിക് ഈലിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതോടൊപ്പം നമ്മൾ ഓൾറെഡി പറയും കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സാഹചര്യം എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു എനർജി ഓഫ് 8 ഓഫ് ഏക്കോൺസ് എന്ന് പറയുമ്പോൾ സ്പീഡാണ് സൂചിപ്പിക്കുന്നത്. അതായത് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വഴുതി പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്നതും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഫേസ് ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് കാരണം പെട്ടെന്ന് അതിൻ്റെ വഴി കണ്ടെത്തി പെട്ടെന്ന് അത് പ്രതീക്ഷിതമാവും കാണുന്നതിന് മുമ്പ് തന്നെ. അത്രയും വഴുതി കയ്യിൽ നിന്ന് പോകുന്ന ഒരു എനർജി. അതോടൊപ്പം തന്നെ ഈല് എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം അവസരങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. നിങ്ങൾ ആ അവസരങ്ങൾ മാറി നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഇത് പിടിച്ചെടുക്കുന്ന സിറ്റുവേഷനുമാകാം. അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പല സിറ്റുവേഷനിലും പലരും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു അഡ്രിനാലിൻ റഷ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയത്തിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ടിട്ട് ആ ചാർജ് ഏറ്റെടുക്കുന്നില്ല. യു ആർ നോട്ട് ടേക്കിംഗ്, ആ ഒരു നമ്മൾ പറയില്ല, ചാർജ് ഏറ്റെടുക്കുന്നില്ല നിങ്ങൾ എന്നുള്ളത്. അപ്പോൾ പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളും മുന്നോട്ടേക്ക് വരുമ്പോൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് മുന്നോട്ടേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളൊരു സ്റ്റക്കാണ്, അല്ലെങ്കിൽ യു ആർ അറ്റ് എന്താ പറയുക സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങളിലേക്ക് ഐഡിയാസ് വരുന്നുണ്ട്, ആ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ടേക്ക് വരുന്നുണ്ട്, പുതിയ പുതിയ ഐഡിയാസ് വരുന്നു. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. പെട്ടെന്നായിരിക്കും സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാരണം ഇവിടെ ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പോൾ പല അവസരങ്ങൾ വരുമ്പോൾ എല്ലാത്തിലും ഒന്നും ചിലപ്പോൾ ചാടി പിടിക്കാൻ പറ്റിയെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങളത് ചാടിക്കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം.
അത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് വിശ്വസിക്കുക. കോൺസെൻട്രേറ്റ്, ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് സൈഡ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. നമ്പർ 8 വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഡബിൾ എനർജീസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഡബിൾ എനർജീസ് ഒന്നും തന്നെ നിങ്ങൾക്കില്ല. 8 നമ്പറാണ്. ബോണസ് എനർജീസ് ഉള്ളത് 8 നമ്പറാണ്. 8 ഇസ് നമ്പർ ഓഫ് കർമ്മ, നമ്പർ ഓഫ് ജസ്റ്റിസ്. അതേപോലെ മജീഷ്യൻ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കർമ്മ, ക്രിയേഷൻ, മജീഷ്യൻ എനർജി എന്ന് പറയുന്നതും കർമ്മ എനർജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. റേവൻ ബേർഡ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മം അതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും. സാറ്റേണിൻ്റെ എനർജിയാണ്. സോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങളെ തേടി എത്തിയിരിക്കും, നോ മാറ്റർ വാട്ട് എന്നുള്ളതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ 8 ഓഫ് ക്രിസ്റ്റൽസ് എനർജി എന്ന് പറയുന്നത് ബഫല്ലോ എനർജി. ബഫല്ലോ എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള അതിൻ്റെ പാതയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. കർമ്മ എനർജി പറഞ്ഞു, അതായത് നീതിയുടെയും ന്യായത്തിൻ്റെയും ആ വഴിയിലൂടെ മാത്രമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കമ്മിറ്റഡ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു മെസ്സേജ്, ഈ ഒരു കാർഡ് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും തിങ്സ് ആർ ഹാപ്പനിങ്. നിങ്ങളുടെ മുമ്പിൽ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക. അതായത് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് കാണാൻ ശ്രമിക്കുക. അതായത് നമ്മൾ അവസരങ്ങളൊക്കെ ഒത്തിരി നമ്മൾ പറയും, ചില ആളുകൾ മുമ്പിൽ കൂടെ പോയാലും ഒന്നും കാണില്ല. കാരണം അവർ, നമ്മളിപ്പോൾ ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ടെൻഷനിലായിരിക്കും അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ. നമ്മളത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അതിന് മുമ്പിലൊരു അവസരം ഉണ്ടാകുമ്പോഴും നമ്മളതിലേക്ക് നോക്കുന്നില്ല. അങ്ങനെ നോക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ പല പല അവസരങ്ങളും മിസ്സാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പലപ്പോഴും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യണത് പെസിമിസത്തിലാണ്. അതായത് ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മയാണ് അവിടെ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, മുമ്പിലൂടെ പോകുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണില്ല, അവസരങ്ങൾ കാണില്ല. അവസരങ്ങൾ പല വഴികളിലൂടെയായിരിക്കും വരുന്നത്. ആരെങ്കിലും പറയുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കാം, എവിടെ നിന്നെങ്കിലും ആയിരിക്കാം. പക്ഷെ നമ്മളെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സ് തുറന്നിരിക്കാത്തത് കൊണ്ട് കണ്ണ് തുറന്നിരുന്നാലും മുമ്പിലുള്ളത് പലപ്പോഴും കാണില്ല. കാരണം നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ട് കോൺസെൻട്രേറ്റ് ഓൺ ദ ഒപ്റ്റിമിസ്റ്റിക് സൈഡ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 5 ഓഫ് ഏക്കോൺസ് എനർജിയാണ്. 5 ഓഫ് ഏക്കോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഓഫ് ലൈഫിലുള്ള എല്ലാ തരത്തിലുള്ള ചലഞ്ചസിനെയും അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ശരിയായിട്ടുള്ള പവറിലേക്ക് മുന്നോട്ട്, എപ്പോഴും എനർജിയാണ് ശരിയായിട്ടുള്ള നിങ്ങളുടെ പവർ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കി ഭയപ്പെടുകയല്ല വേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടരുത്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷൻസ് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് പറയാനായിട്ട്, അതായത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവോയ്ഡ് ചെയ്താൽ മുന്നേറ്റം ഉണ്ടാവില്ല. പല സിറ്റുവേഷനിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കണം. സ്ട്രാറ്റജീസ്, ക്ലാരിറ്റി ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അനിവാര്യത. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണ് അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും പല റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷെ അവിടെ തെളിമ വരണമെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. വളരെ കാമായിട്ട് നിന്നുകൊണ്ടും നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. പക്ഷെ പലരെയും സംബന്ധിച്ചിടത്തോളം സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരിൽ കുറ്റം ചാർത്തുകയാണോ എന്നുള്ളത് അവർ ആ ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, സോ അതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് 7 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. ഈ ഒരു എനർജി 7 ഓഫ് ക്രിസ്റ്റൽസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ലൈഫിൽ വളരെയധികം ഈ ഒരു എനർജി ഹാർഡ് വർക്കാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒബ്സ്റ്റക്കിൾസ് മുമ്പിലുണ്ടെങ്കിൽ അതിനെ തകിടം മറിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. പേഷ്യൻസ് അനിവാര്യമായിട്ടുള്ള കാര്യം. അതായത് എന്താണോ നിങ്ങളുടെ മുമ്പിൽ പല കാര്യം, ഡിസിപ്ലിൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്താണോ നിങ്ങളുടെ മുമ്പിലേക്കുള്ള ആ ഒരു എന്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഒരു ദിവസം കൊണ്ട്, നമ്മൾ പറയും റോം ഈസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ, ഒരു ദിവസം കൊണ്ടല്ല റോമൻ സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എങ്കിൽ ക്ഷമയോട് കൂടിയിട്ടിരിക്കുക. കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്, ചില കാര്യങ്ങൾ മാറ്റം വരുത്തണം, റീ അലൈൻമെൻറ്റ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ റീ അലൈൻ ചെയ്യാം.
അതേപോലെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളെ കാരണം ഇവിടെ 6 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. 6 ഓഫ് ക്രിസ്റ്റൽസ് എനർജി എന്ന് വെച്ചാൽ ബാലൻസ് ആണ് ജീവിതത്തിൽ. അതേപോലെ നിങ്ങളുടെ സോഡിയാക് സൈൻ ചിലപ്പോൾ ലിബ്ര ആണെങ്കിൽ അതാവാം ഇത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ 6 ഓഫ് ക്രിസ്റ്റൽസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് മീർക്യാറ്റാണ്. മീർക്യാറ്റ് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിറ്റിയുടെ ഭാഗം, കാരണം അവർ ഒരുമിച്ചാണ്, ഏറ്റവും സോഷ്യൽ ആയിട്ടുള്ള ആനിമൽസ് ആണ് എല്ലാവരും. അതായത് ആ ഒരു സൊസൈറ്റിയുടെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് കിൻഷിപ്പാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഇവരുടെ ഒരുമിച്ചാണ് എല്ലാം. കമ്പൈനിങ് റിസോഴ്സസ്, ഐഡിയാസ്, അതായത് ടീം വർക്കാണ് ഇവരുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ഇവരുടെ ആ ഒരു സ്പിരിച്വൽ പവർ എന്ന് തന്നെ പറയാം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മുന്നോട്ടേക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ചുറ്റുപാടുമുള്ളവരെ അപ്പം എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് കൂടെയുള്ള സഹജീവികൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു കാരുണ്യം, ആ ഒരു ജെസ്റ്ററാണ് നിങ്ങളുടെ ഉള്ളിലും വേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ട്രൂത്ത് എന്താണോ അതിൽ തന്നെ നിൽക്കുക. അതേപോലെ തന്നെ അതേസമയം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ബി അവെയർ ഓഫ് എനി വൺ ഹൂസ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ്. അതായത് നിങ്ങൾ കാരുണ്യവും സ്നേഹം ദയൊക്കെ ആവശ്യമുള്ള കാര്യമാണ്, പക്ഷെ ആ ദയയും കാരുണ്യമൊക്കെ ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് കൂടിയിട്ട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 3. സോ പൈൽ നമ്പർ 3, ശബരിമലയുടെ കാവൽക്കാരൻ കറുപ്പ് സ്വാമി, അതായത് ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ പെട്ടിട്ടുള്ള ആണ് കറുപ്പസ്വാമി എന്ന് പറയുന്നത്. കറുപ്പസ്വാമി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് കാർഡ്സ് വീണിട്ടുണ്ട്, അപ്പം അത് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾക്ക് സ്ട്രോങ് മെസ്സേജാണ് പൈൽ നമ്പർ 3 വന്നിരിക്കുന്നത്. വളരെ സ്ട്രോങ് മെസ്സേജ്. ഓക്കെ, സോ പൈൽ നമ്പർ 3 മെയിൻലി ഏസ് ഓഫ് ഷെൽസ്, ഹാപ്പിനെസ്. ഏസ് ഓഫ് ഷെൽസ് എനർജിയാണ്. ട്രാൻസ്ഫോർമേഷൻ, സിക്കാഡ എനർജിയാണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ക്രിസ്റ്റൽസ്, ഏസ് ഓഫ് ഷെൽസ് ആൻഡ് പേജ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി, ബ്യൂട്ടിഫുൾ എനർജി. പേജ് ഓഫ് അക്കൗണ്ട്സ്, ഷെൽസ്, ക്രിസ്റ്റൽസ്, അക്കൗണ്ട്സ്, ന്യൂ ബിഗിനിങ്സ്. 5 ഓഫ് ഫെദേഴ്സ് ആൻഡ് അവേക്കനിങ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള സന്ദേശം വളരെ സ്ട്രോങ് മെസ്സേജാണ്. പൈൽ നമ്പർ 3, ഏസ് ഓഫ് ഷെൽസ്. ആദ്യം തന്നെ പറയാണെങ്കിൽ ഏസ് ഓഫ് ഷെൽസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മളുടെ വികാരങ്ങൾക്ക്, അതായത് നമ്മളുടെ മാനസികമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾക്ക് ചില ധാരണകളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ധാരണകളും വികാരങ്ങളിൽ ഒഴുകി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അതേസമയം തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട്, അതായത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നല്ല കാര്യം ചില സാഹചര്യങ്ങളിൽ. കാരണം ടേർട്ടിൽ എനർജി എന്ന് പറയുന്നത് ലവ് ആൻഡ് സെറനിറ്റിയാണ്. അവിടെ നല്ല വികാരങ്ങൾ, പോസിറ്റീവ് വികാരങ്ങളാണ് എപ്പോഴും നിലനിൽക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേസിൽ മുന്നോട്ടേക്ക് പോകുക. അതായത് നമ്മൾ ഈ ടേർട്ടിൽ എനർജി അറിയാം, അത് ആ വെള്ളത്തിൽ പതുക്കെ, അതായത് ആമ എന്ന് പറയുന്നത് അതിൻ്റെ പേസിലാണ്. അത് കരയിൽ നടക്കുമ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. അത് വെള്ളത്തിലാവുമ്പോൾ പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പീഡ് വേറെയാണ്. അപ്പോൾ ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ അതിൽ തൃപ്തി കണ്ടെത്തുക, അത് മനസ്സിലാക്കുക. നിങ്ങളെന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. നിങ്ങളെപ്പോലെ വേറൊരാൾക്കാകാൻ പറ്റില്ല, അതായത് വേറെ ആളെ പോലെ നിങ്ങൾക്കും ആവാൻ പറ്റില്ല. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള എലമെൻ്റ് ഓഫ് എർത്ത് ആൻഡ് വാട്ടർ ആണ്. അപ്പോൾ ബാലൻസ് ആണ് ലൈഫിൽ. നല്ല നല്ല ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റേർണൽ ഫീലിങ്സ് നിങ്ങൾ ശരിക്കും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേർണൽ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആയുരാരോഗ്യവും
സ്നേഹവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഗിവ് യുവർ സെൽഫ് ടൈം, നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും സമയം എടുത്ത് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുക. കാരണം എല്ലാവരും ഒരേ സമയത്ത് സക്സസ്ഫുൾ ആകണമെന്നില്ല. നിങ്ങൾ എപ്പോഴാണ് സക്സസ്ഫുൾ ആകുന്നത് അതിനുള്ള സമയം വരും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അതിനുള്ള സമയം നിങ്ങളുടെ ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ പ്രണയം നിങ്ങളിലേക്ക് പ്രണയം ആളുകൾ നൽകുമ്പോൾ അത് സ്നേഹം, അതായത് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അത് സൗഹൃദമായാലും അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ചില ആളുകൾ ഇവിടെ ഞാനിതൊന്നും അർഹിക്കുന്നില്ല എന്നൊരു ചിന്ത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളിത് അർഹിക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷനാണ്, ഒരു മാറ്റം, ഈ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ എനർജി സിക്കാഡ എനർജിയാണ്. അപ്പം സിക്കാഡ സിംബൽ എന്ന് പറയുന്നത് റിന്യൂവൽ, ഒരു പുതുജന്മം, റീബേർത്ത്, ട്രാൻസ്ഫോർമേഷൻ, ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ വലിയ മാറ്റം. ഈ ഒരു നിങ്ങൾ കേൾക്കുന്നത് എപ്പോഴാണെങ്കിലും ആ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ വലിയൊരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ലൈഫ് സൈക്കിളാണ് ഇതിവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ സ്പിരിച്വൽ ചേഞ്ചും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, മാറ്റം എന്ന് പറയുന്ന അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പുതിയൊരു തുടക്കമാണ്, പുതിയൊരു വ്യക്തിത്വം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് നിങ്ങൾ വിട്ടുകളയേണ്ടത് ഇതൊരു ചേഞ്ചാണ്. ഈ ഒരു ചേഞ്ച് ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ചേഞ്ച് പെർമനൻറ്റ് ചേഞ്ച് ആയിരിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നിങ്ങളവിടെ കുഴിച്ചു മൂടി നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് കടക്കുകയാണ്. ആ പുതിയ ലൈഫ് എന്ന് പറഞ്ഞാൽ ടോട്ടലി വ്യത്യസ്തം. നിങ്ങളുടെ ഹെൽത്ത് വൈസ്, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി, ഇമോഷൻസ്, എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരാം. ചില ആളുകൾക്ക് ചില മേഖലകളിൽ മാത്രമായിരിക്കും, മറ്റു ചിലർക്ക് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ അതിഭീകരമായിട്ട് മാറ്റിമറിക്കുന്ന ഒരു ചേഞ്ചാണ്. അത് വളരെയധികം ഭാവിയിൽ നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കാം. ഇത് പാസ്റ്റ് ലൈഫ് കഴിഞ്ഞു. അത് പാസ്റ്റ്, അതുകൊണ്ട് തന്നെ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇപ്പോൾ ഉള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ. പലരും നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പ്രസൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് ലൈഫിനെ പ്രസൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങൾക്കുള്ളൊരു സമ്മാനമാണ്, പ്രസൻറ്റാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്കുള്ളൊരു സമ്മാനമായിട്ട് മാറും. പക്ഷെ പ്രസൻറ്റിലിരിക്കുമ്പോഴും പാസ്റ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് എഫക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് മനസ്സിലാക്കുന്നോ നിങ്ങൾക്ക് അത്രയും നല്ലത്. ചേഞ്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇത് മുന്നോട്ടേക്ക് തന്നെ പോകട്ടെ, ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് ഇരിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. ഈ ഒരു എനർജി, അതായത് പേജ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള, നമ്മളിപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് നമ്മൾ പറയും അവനൊരു കുറുക്കൻ്റെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ കള്ളക്കുറുക്കൻ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടുത്തെ ക്ലെവർ ഫോക്സ് എനർജി അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല. കാരണം ഫോക്സ് എനർജി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് കൂടിയാവാം. കാരണം എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു എനർജിയാണ് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയും ഗ്രൗണ്ടഡ് ആയിരിക്കുകയും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ തന്ത്രപരമായിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾ ചിന്തിച്ച് പുറത്തേക്ക് കടക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. അതിന് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയും. ചില ആൾക്കാർ കണ്ണിങ് ഫോക്സ് എന്ന് പറയുന്നത് കണ്ണിങ് എന്നുള്ള രീതിയിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. മറ്റൊരാളെ കുഴിയിൽ ചാടിച്ചിട്ടാണ് നിങ്ങൾ പുറത്ത് കിടക്കുന്നത് എങ്കിൽ ഒരു കണ്ണിങ് എന്നുള്ള സിറ്റുവേഷൻ ആവാം. അതെല്ലാം നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ വേണ്ടുന്ന സൂത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതൊരു സ്ട്രാറ്റജിയാണ്. അതൊരു പോസിറ്റീവ് സൈഡാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എപ്പോഴും സൂത്രം നെഗറ്റീവ് അല്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു പവർഫുൾ ടൂളാണ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ഫോക്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലൊരു മാറ്റം, നിങ്ങളുടെ പാഷൻ എന്താണോ, മുന്നോട്ടേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, ലൈഫിൽ പുതിയ ഐഡിയാസ്, ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ചില സമയങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ എനർജി പലയിടങ്ങളിലേക്കായിട്ട്
സ്കാറ്റേർഡ് ആയി പോവും. അപ്പോൾ നമ്മൾ നമ്മുടെ എനർജി എന്താണ് റീസെൻറ്റർ ചെയ്ത്, അതായത് ആ ഒരു എനർജി എങ്ങനെ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് പഠിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു എനർജി മങ്കി സ്പിരിറ്റ് ആണ്. അതായത് നൈറ്റ് ഓഫ് ഏക്കോൺസ് എനർജി മങ്കി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു അതിൻ്റെ ഒരു രണ്ട് വശമുണ്ട്. കാരണം നമ്മളൊരു നെഗറ്റീവ് രീതിയിൽ കാണുകയാണെങ്കിൽ നമ്മൾ പറയും ചില ആളുകൾ ചാടിച്ചാടി പോകരുതെന്ന്. അതായത് ജോലിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയും ചാടിച്ചാടി പോകരുത്, കാരണം ഒരു ജോലിയിൽ ഇത്രയും നാൾ നിന്നാലാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നേരെ പലയിടത്തും തിരിച്ചാണ്. കാരണം നമ്മളിപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ ഒരേ പൊസിഷനിൽ ഒരേ ജോലിയിൽ നിൽക്കുകയാണ് എങ്കിൽ ആ ജോലിയിൽ കുറേ വർഷങ്ങൾ നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നും പറയുന്നുണ്ട്. കാരണം പിന്നെ നമ്മൾ അതിൽ സ്റ്റക്കായി, അതിൽ നിന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവലിലേക്ക് ആയി പോകുന്നു. അതായത് 2 ഇയേഴ്സ് കഴിഞ്ഞ് ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ 2 ഇയേഴ്സ് കഴിഞ്ഞ് അടുത്ത പൊസിഷനിലേക്ക് കയറണം അല്ലെങ്കിൽ ജോലി മാറണം, അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? ചില പ്രവർത്തികൾ നമ്മളിപ്പോൾ പറയും മരിച്ച വീട്ടിൽ പോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ കല്യാണത്തിന് പോയ പോലെയല്ല പെരുമാറുന്നത്. അപ്പോൾ ഓരോ സാഹചര്യം ഓരോ സിറ്റുവേഷനിൽ എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു യുക്തിയുണ്ട്. ആ യുക്തിയാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ മങ്കിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു എനർജി, ഒരു കുരങ്ങൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുക, ഓടിക്കളിക്കുക, ഒരിടത്ത് ഇരിക്കാത്ത ഒരു എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു ഫ്രീ സ്പിരിറ്റ് എനർജി കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ സ്പിരിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഫ്രീ സ്പിരിറ്റഡ് എനർജി കൊണ്ട് നടക്കുക. പക്ഷേ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സീരിയസ് പൊസിഷനിലാണ്, ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നടക്കുന്ന പോലെ ഒരു പബ്ബിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പള്ളിയിലോ അമ്പലത്തിലോ പോയാൽ പെരുമാറാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ബി മൈൻഡ്ഫുൾ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, കറണ്ട് പൊസിഷൻ, സിറ്റുവേഷൻസ്, ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രീം ഓഫ് എനർജിയാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്. ഓക്കെ, 5 ഓഫ് ഫെദേഴ്സ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. 5 ഓഫ് ഫെദേഴ്സ് എനർജി നമ്മൾ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കാര്യം അർമഡെല്ലോ എനർജിയാണ്. അർമഡെല്ലോ എന്ന് പറയുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എങ്ങനെയാണ്, മറ്റു തരത്തിൽ ഇത് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ അതിനെ സംരക്ഷിക്കണം എന്ന് അതിന് നന്നായിട്ടറിയാം. അത് എങ്ങനെ എവിടെയും ഓടി നടക്കാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു ബോൾ പോലെ റൗണ്ടായിട്ട് അതിൻ്റെ പുറംചട്ടയ്ക്കുള്ളിരിക്കും. ഏതൊരു മൃഗം വന്നാലും അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാൽ ബോൾ പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു പുറംചട്ട അതിൻ്റെ ഷേപ്പ് വട്ടത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെ മര്യാദയ്ക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ബോൾ പോലെ. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അതിൻ്റെ ആ ഒരു ചട്ട അതിനെ തകർക്കാൻ പലർക്കും പറ്റുന്നില്ല. അപ്പോൾ അതതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. വിയർ യുവർ സ്പിരിറ്റ്, ആർമഡെല്ലോ സ്പിരിറ്റാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പല സിറ്റുവേഷനിലും നിങ്ങൾ മറ്റുള്ളവരെ ഭയന്നിട്ട് അവർ പറയുന്നത് കേട്ട് തലയാട്ടേണ്ട ആവശ്യമില്ല. എഗ്രി ടു ഡിസഗ്രി, യു ഹാവ് ദ റൈറ്റ്, നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ട്. യു ക്യാൻ എഗ്രി ടു ഡിസഗ്രി, ദ സെയിം ടൈം സ്റ്റാൻഡ് ഫേംലി ഫോർ വാട്ട് യു ബിലീവ് ഇൻ. ഓക്കെ, നിങ്ങളുടെ പഴയ മുറിവുകൾ ഉണർത്തി, അല്ലെങ്കിൽ നമ്മൾ പറയും പലപ്പോഴും ലൈഫിൽ എന്തെങ്കിലും നേടിക്കഴിയുമ്പോൾ ചില ആളുകൾ പറയും പണ്ട് ഇവിടെ തേരാപ്പാര നടന്നിരുന്ന അതാണ്, അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ചിട്ട് മുറിവേൽപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. നേടിക്കഴിഞ്ഞാലും പിന്നെയും പണ്ട് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ അച്ഛനും അമ്മയും പണ്ട് ഇന്ന ജോലിയായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു എനർജി ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പഴയ അതായത് മുറിവുകളിൽ വ്രണപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ ബലമാക്കി മാറ്റാനായിട്ട്, അതായത് നിങ്ങളുടെ പുറം ചട്ടയാണത്, അതാണ് നിങ്ങളെ ഇത്രയും കരുത്തുറ്റൊരു വ്യക്തിയാക്കിയതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചേഞ്ച് ഇൻ അപ്രോച്ച് ദാറ്റ് ഈസ് നീഡഡ്. മേ ബി ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ് ടു മാനിഫെസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക്. നെഗറ്റീവ് പാസ്റ്റ്, നെഗറ്റീവ് എനർജീസ്, നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ അത് കാറ്റിൽ പറത്തി ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. പീക്കോക്ക് എനർജിയാണ്. പീക്കോക്ക് എനർജിയുടെ ഒരു വശം എന്ന് പറയുന്നത് ബി പ്രൗഡ്. നെഗറ്റീവ് സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായ പ്രൗഡായിട്ടിരിക്കുന്നത്. അതല്ല, ബി പ്രൗഡ് ഓഫ് യുവർ അച്ചീവ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം.
ഓക്കെ, ആ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ പാറ്റേൺസ്, പുതിയ ബ്രേക്ക് ത്രൂ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇന്നർ ഡെവലപ്മെൻ്റ് ഉണ്ട്, ന്യൂ ബിഗിനിങ് ഉണ്ട്. ചില ആളുകൾക്ക് ഇത് സ്പിരിച്വൽ അവേക്കനിങ്ങും ആവാം. അതൊരു അവേക്കനിങ് ഇൻ ജനറൽ സെൻസിൽ നമുക്ക് പറയാം. സ്പിരിച്വൽ തന്നെ ആവണമെന്നില്ല. കാരണം ഇമോഷണലി നിങ്ങൾ തിരിച്ച് നിങ്ങളെ പിടിക്കുകയാണ്, ഫിനാൻഷ്യലി, അങ്ങനെ കരിയർ വൈസ് ആവാം. അലൗ ദ ന്യൂ യു ടു ഇമേർജ്. അതായത് നിങ്ങൾ ഒരു സെൽഫ് അവേക്കനിങ്ങിൽ നിങ്ങൾ പുറത്തേക്ക് വരികയാണ് എന്നുള്ളൊരു എനർജിയാണ്. അതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒരു റിന്യൂവൽ, ഒരു എൻലൈറ്റ്മെൻറ്റ്, ഒരു സ്പിരിച്വൽ അവേക്കനിങ്, ഹീലിംഗ് കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് നമ്മുടെ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയിൻ ജസ്റ്റിസ് എനർജിയാണ്. ജസ്റ്റിസ്, കർമ്മ, അതേപോലെ തന്നെ ലിബ്ര എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ ലിബ്ര ആണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ സോഡിയാക് സൈൻ ലിബ്ര ആണ് എങ്കിൽ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ഒരു എനർജി, ജസ്റ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക, നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ക്രോ ആണ്. ഈ ഒരു ക്രോ എന്ന് പറയുന്നത് അതിൻ്റെ കൈകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ കൊക്കിൽ അത് കൊണ്ടു നടക്കുന്നത് ഏൻഷ്യൻ്റ് വിസ്റ്റമാണ്. അത് ആ ഒരു പഴയകാല, അതായത് നമ്മളുടെ ലോകത്തെക്കുറിച്ചിട്ടുള്ള ആ ഒരു ജ്ഞാനമാണ് അത് അതോടുകൂടി കൊണ്ട് നടക്കുന്നത്. അതൊരു സീക്രട്ട് ലോ ആണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കർമ്മയാണ്. താൻ നിരന്തരം ചെയ്ത ഒരു കർമ്മഫലം താൻ അനുഭവിച്ചിടിലും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു സെൽഫ് അവെയർനെസ്, ആ ഒരു സ്പിരിച്വൽ സെൽഫ് അവെയർനെസ് നിങ്ങളുടെ കൂടെ വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള അഭിമാനം, അതായത് അതൊരു ആത്മാഭിമാനം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫ് വിട്ടിട്ട് എങ്ങും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് ചിന്തിച്ച് ബാലൻസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആത്മാഭിമാനം വിട്ടിട്ടും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, വീണ്ടും ലോകത്തെ വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഇൻജസ്റ്റിസ്, അന്യായങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ചോദിക്കപ്പെടും. നിങ്ങളുടെ മുമ്പിൽ അവരുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കായിട്ട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.